ആദ്യം ചെയ്യേണ്ടത് ഒരു എസ് എഴുതണം. എസ് ഷേപ്പ്. ഇങ്ങോട്ട് ഇച്ചിരി ഏരിയ കൂടിയാലും നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്മോൾ ലെറ്റർ ഇ എഴുതി കൊടുക്കണം. കണ്ടോ, ഈ ഈയുടെ ഈ തുമ്പും എസിൻ്റെ സ്റ്റാർട്ടിങ്ങും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഒരു വര, ഈയുടെ തുടക്കത്തിലും പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ഒരു വരയിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട്, ഇവിടെ നമുക്കിങ്ങനെ ഒരു വരയിട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ കുറച്ച് ചെരിച്ച് വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു വൈഡ് ഷേപ്പിൽ കുറച്ച് വളച്ച് വരയ്ക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അങ്ങനെ പറ്റുള്ളതെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതി. കണ്ടോ, ഒരു വൈഡ് ഷേപ്പ് കിട്ടി. ഇനി ഇവിടെ ഈ എസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കുനാന്ന് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ വരച്ചെടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മളിങ്ങനെ കുനാന്ന് വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ എസിൻ്റെ ഈ ഒരു വളവുണ്ടല്ലോ, ഏകദേശം അതേപോലെ തന്നെ, കറക്റ്റ് അതുപോലെയല്ല, ഇതിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്തു. കണ്ട, ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് ഇവിടെയാണ് ചേർക്കേണ്ടത്. ഇവിടെ ഒരു സി പോലെ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടത്, സിയുടെ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഒരു 2 ഇതളും കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ ഈ കുനു പോലെ വരച്ചില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ കുനു പോലെ വരച്ചു കൊടുത്താൽ മതി. ഇവിടെ വേണമെങ്കിൽ ഒന്നും കൂടെ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ കുനു പോലെ കണ്ട, ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇനി അതിന് നമ്മളിവിടെ ഒരു യു ഇട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് ലെറ്റർ യു ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ട്രയാങ്കിളിൽ ഇങ്ങനത്തേത് ട്രയാങ്കിൾ കുറച്ച് വളഞ്ഞു പോയതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇവിടെയും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിനി താഴത്തോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മുള്ളൊക്കെ വരച്ചു കൊടുക്കാം. ലീഫ് ഇപ്പോൾ വരയ്ക്കുന്നില്ല, ലീഫ് നമുക്ക് പിന്നെ കുറേശ്ശെ ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ട്, അടിപൊളി റോസാപ്പൂ.